ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് മല്ലികാർജുൻ ഖർഗെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിന് ശേഷമാണ് ഇന്ത്യ മുന്നണി ഏകകണ്ഠമായി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സുദർശൻ റെഡ്ഡിയെ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ ഏകകണ്ഠമായ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ്, ഒപ്പം തന്നെ ഹൈദരാബാദ് സ്വദേശിയാണ് സുദർശൻ റെഡ്ഡി. കോൺഗ്രസ് ആണ് യോഗത്തിൽ സുദർശൻ റെഡ്ഡിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. അത് പിന്നീട് ഏകകണ്ഠമായി അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നേരത്തെ ISRO മുൻ ശാസ്ത്രജ്ഞനായ M. അണ്ണാദുരയെ പരിഗണിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ലക്ഷ്യത്തിലാണ് അത്തരം ആലോചനകളൊക്കെ നടന്നിരുന്നത്. അതിനുശേഷം തുഷാർ ഗാന്ധിയും ഒരു ചർച്ചയായി വന്നിരുന്നു. എന്നാൽ തൃണമൂൽ ഉൾപ്പെടെ തുഷാർ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ചർച്ചകൾ സുദർശൻ റെഡ്ഡിയിലേക്ക് എത്തുന്നത്. കോൺഗ്രസിന്റെ നിർദ്ദേശം സുദർശൻ റെഡ്ഡിയായി വരുന്നു. അത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതോടെയാണ് ഇന്ത്യ സഖ്യം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖർഗെയാണ് യോഗത്തിന് ശേഷം ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. സുദർശൻ റെഡ്ഡി 1946 ജൂലൈ 8 ആന്ധ്രാപ്രദേശിൽ ജനിച്ചു. 71 ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൌൺസിൽ അഭിഭാഷകനായി ചേർന്നു. 88 മുതൽ 90 വരെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായും 90-ൽ 6 മാസം കേന്ദ്ര സർക്കാരിന്റെ അധിക ഉപദേഷ്ടാവായും സേവനമനുഷ്ഠിച്ചു. 95 മെയ് 2-ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായ അദ്ദേഹം നിയമിതനായി. പിന്നീട് 2005 ഡിസംബറിൽ 5-ന് ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും 2007 മുതൽ 2011 വരെ സുപ്രീം കോടതി ജഡ്ജിയായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സുദർശൻ റെഡ്ഡി. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ത്യ മുന്നണി കളത്തിൽ ഇറക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. वाइस प्रेसिडेंट इलेक्शन में खड़ा करने का निर्णय लिया है और वो निर्णय यूनानिमसली हमने किया है. मुझे खुशी होती है कि सभी अपोजिशन पार्टी एक होकर एक नाम पे अगर मिल के लड़ने के लिए तैयार है. श्री B. सुदर्शन रेड्डी गारू is one of the India's most distinguished and progressive jurists. He has had a long and eminent legal career, including as judge of the Andhra Pradesh High Court. അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആശയ പോരാട്ടത്തിനുള്ള ഒരു വേദി എന്ന നിലയിലാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കാണുന്നത്. ആശയ പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത്. അപ്പോൾ ആശയപരമായ പോരാട്ടത്തിന് അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണി നിർത്തിയിരിക്കുന്നു എന്നതാണ്. മല്ലികാർജുൻ ഖർഗെയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് സുദർശൻ റെഡ്ഡിയും പ്രതികരിച്ചിട്ടുള്ളത്. താൻ ആശയ പോരാട്ടത്തിനായാണ് സ്ഥാനാർത്ഥിയാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ 60% ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയാണ് താൻ എന്ന ഒരു അവകാശവാദം കൂടി സുദർശൻ റെഡ്ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇതൊരു ആശയ പോരാട്ടമാണ്. ആ ആശയ പോരാട്ടത്തിന്റെ സ്ഥാനാർത്ഥിയാണ് താൻ എന്നത് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും പറയുന്നു. സുപ്രീം കോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ പോരാട്ടം എങ്ങനെയെന്ന് നോക്കിയാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒരു ദക്ഷിണേന്ത്യൻ പോരാട്ടമായി മാറുന്നതാണ് നമ്മൾ ഇപ്പോൾ സുദർശൻ റെഡ്ഡിയുടെ കൂടി സ്ഥാനാർത്ഥിത്വത്തിൽ മനസ്സിലാക്കേണ്ടത്. CP രാധാകൃഷ്ണൻ NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു നേതാവിനെ കണ്ടെത്തി അവർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു OBC വിഭാഗം നേതാവ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയുള്ള തീരുമാനം കൂടിയായിരുന്നു. ഇപ്പോൾ ആ ലക്ഷ്യം മുൻനിർത്തി
കൊണ്ട് തന്നെ DMK ഉൾപ്പെടെയുള്ളവരുമായുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ പിന്തുണ തേടാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഒറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങളും നടന്നു. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പ്രമുഖ നേതാക്കളെ വിളിക്കുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇത് ജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഒരു പോരാട്ടമല്ല, ഒരു ആശയപരമായ പോരാട്ടമാണ്. അതിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, ആ സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുദർശൻ റെഡ്ഡി സ്ഥാനാർത്ഥിയായി വരുന്നത്. CP രാധാകൃഷ്ണനും സുദർശൻ റെഡ്ഡിയും സ്ഥാനാർത്ഥികളാകുമ്പോൾ അത് ദക്ഷിണേന്ത്യയിലേക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ കാണണം. ഒരു തമിഴ് കാർഡ് ഇറക്കി ഒരു നീക്കം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെ ഒരു തെലുങ്ക് കാർഡ് ഇറക്കി നേരിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന സാഹചര്യം കൂടിയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാകുന്നത്. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനുള്ള കരുനീക്കങ്ങൾ തുടരുകയും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് അതും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള നീക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, തെലങ്കാനക്കാരനാണ് റെഡ്ഡി എന്ന സാഹചര്യം അവിടെ നിൽക്കുന്നു. അവിടെ ചില നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് ഭരണകക്ഷിയിൽ ചില വിള്ളൽ വീഴ്ത്താൻ പറ്റുമോ എന്ന ലക്ഷ്യങ്ങളോട് കൂടിയുള്ള നീക്കം കൂടിയാണ്. നമുക്കറിയാം, അവിടെ TDPയുടെ തീരുമാനം എന്ത് എന്നത് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ. ആന്ധ്രയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവർക്ക് ഏത് തരത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. YSR കോൺഗ്രസിന്റെ സാഹചര്യവും അതുതന്നെയാണ്. സ്വന്തം നാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹത്തെ പാടെ അവഗണിക്കുക സാധ്യമാകുമോ? ആ മുന്നണി, ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കാൻ കഴിയും? അവർ എല്ലാം ഒറ്റക്കെട്ടായി അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി ഉപകാരപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് ആദ്യം തന്നെ വായിച്ചെടുക്കാൻ കഴിയും. ഈ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള നീക്കം ചെറുത്തു എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനെ സമർത്ഥമായി നേരിടാൻ തക്ക വിധത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതും ഒരു ആദ്യഘട്ട വിജയം എന്ന തരത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മത്സരത്തിലേക്ക് പോകുന്നു, അവിടെ ആശയപരമായ ഒരു പോരാട്ടമാണ് എന്ന് പറയുന്നു. അവിടെ അതിനനുസരിച്ചൊരു സ്ഥാനാർത്ഥിയെ അവർക്ക് രംഗത്തിറക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകം. NDAയിലും ഇന്ത്യ സഖ്യത്തിലും നിലയുറപ്പിക്കാത്ത YSR കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നു എന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ കുറച്ചുകൂടി പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യവും ഈ തെരഞ്ഞെടുപ്പിന് വന്നു ചേരും എന്നതുകൂടി കാണണം. എന്തായാലും 22-നാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. 21-ന് സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക നൽകും എന്ന കാര്യം ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാൻ 25 വരെ സമയമുണ്ട്. സെപ്റ്റംബർ 9-ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് വോട്ടെടുപ്പ്. പകൽ 10 മുതൽ 5 വരെയാണ് പോളിംഗ് നടക്കുക. അന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭ, രാജ്യസഭ MPമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജ് അംഗങ്ങൾ. 782 നിലവിൽ ഇലക്ടറൽ കോളേജിലെ സംഖ്യ. ജയിക്കാൻ വേണ്ടത് 392 വോട്ടുകൾ. BJPക്ക് 341 MPമാരുണ്ട്. NDAയിൽ ആകെ 426 പേരും ഉണ്ട് എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് യാതൊരു ആശങ്കകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്കോ ഉള്ള ഒരു സാധ്യതയുമില്ല. എങ്കിൽ പോലും അവിടെ ഒരു ആശയപരമായ പോരാട്ടത്തിനുള്ള വേദി ഒരുക്കുക എന്നതായിരുന്നു ഇന്ത്യ മുന്നണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. അവിടെ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അവരുടെ പ്രസക്തി. അത് ഒരുമിച്ച് തന്നെ ആ തീരുമാനമെടുക്കാനും അത് പ്രഖ്യാപിക്കാനും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഈ വോട്ടർ പട്ടിക വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് ശക്തമായ ഒരു പോരാട്ടത്തിന്റെ മുഖത്താണ് പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. അവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ജയം എന്നതിനപ്പുറം ചില സന്ദേശങ്ങൾ നൽകുക, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന നില അത് ഉറപ്പുവരുത്തുക, ആ സന്ദേശം ഭരണകക്ഷിക്ക് നൽകുക, ആശയ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു സന്ദേശം നൽകുക തുടങ്ങിയവയാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ അതിൽ
തങ്ങൾ തയ്യാറാണ് എന്നൊരു സന്ദേശം ഇപ്പോൾ തന്നെ കൊടുക്കാൻ ഇന്ത്യ മുന്നണിക്കായിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോഴായിരിക്കും ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാവുക.